അസ്സലാമു ഞാനിപ്പോൾ ചാവക്കാട് പുന്ന എന്നുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ ഇവിടെ ഒരു ബഷീർ എന്നൊരു സഹോദരൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു 2.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ഒരു പഴയ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെയധികം പ്രയാസം തോന്നുന്നൊരവസ്ഥയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്നേഹക്കൂട് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ടീച്ചർ, സക്കീന ടീച്ചർ പോലുള്ള ആളുകളാണ്. അതുപോലെ ലത്തീഫ് സുലൈമി പോലുള്ള ആളുകളൊക്കെയാണ്. അൽഹംദുലില്ലാഹ് അപ്പോൾ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നൊരു തറ അതിൻ്റെ മുകളിൽ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പണി തുടങ്ങുന്നത്. ബെൽറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തുള്ളത് ഞാൻ ഏറെ പരിചയമുള്ള മജീദൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. നേരത്തെ പരിചയമുള്ള ഒരാളാണ്. അള്ളാഹു ഇതിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിക്കുക എല്ലാവർക്കും അതിൻ്റെ ബർക്കത്തും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കുടുംബത്തിന് എത്രയും പെട്ടെന്ന്, വളരെ ചെറിയൊരു വീടാണ്, ചെറുതാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായി കിടക്കാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുക്കി കൊടുക്കണം. അതൊരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചെറിയ ചെറിയ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടിയാൽ ഈ ഒരു കുടുംബത്തിന് ഈ ഒരു വീട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. എല്ലാവരും കഴിയുന്ന അത്രയൊരു സഹായം കൊടുത്താൽ നമുക്കത് പൂർത്തീകരിക്കാം. ഇന്ന് 3 വീടുകൾ നോക്കാനുണ്ട്. ഓൾറെഡി 2ാമത്തെ വീട് സ്നേഹക്കൂടിൽ നമ്മൾ വാർപ്പ് വരെ പണി നടത്തി, അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നാനിയിലൊരു വീട് നമുക്ക് നോക്കാനുണ്ട്. അതും ചെറിയ തറപ്പണി നടത്തി ഇതേപോലെ 2-3 സെൻറ്റ് സ്ഥലം ഉള്ള ഒരു സ്ഥലത്താണ് ആ വീട് പണി നടക്കുന്നത്. ഞാനവിടെ നേരിട്ട് പോയിരുന്നു, അന്വേഷിച്ചിരുന്നു. വളരെ പാവപ്പെട്ടൊരു കുടുംബം, പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കുടുംബനാഥൻ, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. എന്നിട്ടും 3-4 ദിവസമൊക്കെ ജോലിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ 1-2 രാഷ്ട്രീയ പ്രവർത്തകരുമായി സംസാരിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സഹായം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളാൽ കഴിയുന്നൊരു സഹായം ചെയ്ത് ആ വീട് പണിയും പൂർത്തീകരിക്കാൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ ഉണ്ടാകണം. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാൽ ഇത്തരത്തിലുള്ള സാധുക്കളായ ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾക്കൊരു പരിധി വരെ നമുക്ക് സഹായിക്കാനും ഒരു കൈ കൊടുത്ത് അവരോട് കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയും. നമ്മളൊക്കെ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചു എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു ഉറപ്പ് വരുത്താനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് ഉപകരിക്കുന്ന ചില പ്രവർത്തനങ്ങളായി ഇത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി ആളുകൾ സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.